ആദ്യമായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ അവസരം ഒരുങ്ങിത്തന്ന പേരൂർ ദേശീയ വായനശാലയുടെ ഭാരവാഹികളോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. സമാധാന അധ്യക്ഷൻ ശ്രീ കെ പ്രസാദ്, സെക്രട്ടറി ശ്രീ പത്മകുമാർ, അക്ഷരത്തെ സംഘടിപ്പിക്കുന്ന പേരൂർ ദേശീയ വായനശാല അംഗങ്ങളിൽ എല്ലാവർക്കും നമസ്കാരം. കേരളത്തെയും മലയാള ഭാഷയെ സംബന്ധിച്ച് വേദന വാർന്നു വീഴുന്ന നിമിഷങ്ങളാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം മനസ്സിനെ ആകർഷിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒരു മാസത്തിനുള്ളിൽ ഇടപറഞ്ഞ് അനുസരിച്ചിരിക്കുന്നത്. ആ നഷ്ടം ഒരിക്കലും നമുക്ക് നികത്താനായിട്ട് പറ്റില്ല. കാലം ഒരിക്കലും അത് മറക്കാനായിട്ട് നമ്മളെ അനുവദിക്കുന്നു. അത്ര രണ്ട് വിടുവാങ്ങലിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. മൈക്കത്തിൽ വെക്കാൻ മതിയാ. അതിലൊരാള് മലയാള ഭാഷയ്ക്ക് അച്ചടിമഷി കൊണ്ടും ഇരുളും വെളിച്ചവും കൊണ്ടും വൈഡൂര്യ ശോഭ പകർന്ന ശ്രീ എം വാസുദേവൻ നായർ. മറ്റൊരാള് മഞ്ഞരയിൽ തോർത്തിയെത്തി മാഞ്ഞുപോയ മലയാളത്തിന്റെ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ. ഈ രണ്ട് വ്യക്തികളും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. ഈ വേദനയുടെ മുൻപിലാണ് ഞാനിവിടെ നിങ്ങളുടെ എല്ലാവർക്കും മനസ്സിലായ വേദനയുണ്ടാവും. അതിനു മുൻപിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോ ഈ ഒരു ചടങ്ങിനെ പറ്റി എന്റെ സുഹൃത്ത് ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അമ്പരന്നു. കാരണം ഞാനിങ്ങനെ സാഹിത്യ സംവാദത്തിന്റെ ചർച്ചയിലൊന്നും പങ്കെടുത്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രമല്ല അങ്ങനെ തോന്നിയത്. നമ്മുടെ 6 പതിറ്റാണ്ടുകളിലെ മലയാളിയുടെ അക്ഷരപരിചയത്തെയും വായനാഭിമാനത്തെയും കേവലം 2 അക്ഷരങ്ങളിൽ നിക്ഷേപിക്കാൻ ശ്രമിച്ച നമ്മുടെ മുന്നിൽ തെളിയുന്ന ആ വ്യക്തിത്വത്തെ കുറിച്ചാണല്ലോ പറയേണ്ടത് എന്നോർക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിൽ അന്തരാപ്പുണ്ടാകുന്നത്. കാരണം അത്രയ്ക്ക് വലിയ ഒരു വ്യക്തി, കടല് കാണാൻ പോയ ഒരു ബാലൻ, ഒരു മഹാസാഗരത്തിന് മുമ്പിൽ നിൽക്കുന്ന മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിശാലമായ ഓളപ്പരപ്പിൽ നിന്നും തീരത്തേക്ക് അലയടിച്ചെത്തുന്ന തിരമാലകളുടെ എണ്ണം ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞിരിക്കും. പക്ഷേ ആ തിരമാലയുടെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന മുത്തും പവിഴവും വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയുമെന്ന് തോന്നിയിരിക്കുന്നു. എൻടി എന്ന അക്ഷരസാഗരത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുന്ന മുത്തും പവിഴവും വ്യത്യസ്തങ്ങളല്ല, എല്ലാം തിളക്കമേറിയത് തന്നെയാണ്. അതിനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു എളിയ പ്രണാമം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻടി അനുസ്മരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് സംശയം എപ്പോഴും മനസ്സിലുണ്ട്. കാരണം അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നില്ല. കഥാകാരൻ, എഴുത്തുകാരൻ, സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ വിവിധ മേഖലകളിൽ താൻ സ്പർശിച്ച മേഖലകളിലെല്ലാം ശോഭ പകർന്നു തന്ന ആ വ്യക്തിയെ പറ്റി അനുസ്മരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എവിടെ തുടങ്ങണം എന്നുള്ള സംശയത്തിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിൽ മദ്രാസ് പ്രസിഡൻസിയിലെ പൊന്നാനി താലൂക്കിൽപ്പെട്ട ഗൂഡല്ലൂരിൽ 1933 മാടത്ത് തെക്കേപ്പാട്ട് നാരായണൻ നായരുടെയും അമ്മാളുകുട്ടിയുടെയും 4ാമത്തെ മകനായി ജന്മമെടുത്ത വ്യക്തിയാണ് ശ്രീ വാസുദേവൻ. അദ്ദേഹത്തിന്റെ 3 ജ്യേഷ്ഠന്മാര് ഗോവിന്ദൻ നായർ, ബാലകൃഷ്ണൻ നായർ, നാരായണൻ നായർ. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ജനനം. പക്ഷെ അദ്ദേഹം
അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ വളരെയധികം ശാരീരിക വിഷമം നേരിട്ടും അദ്ദേഹം തന്നെ പറയാറുണ്ട്. മാത്രമല്ല, നാലാമത് ഉണ്ടാകുന്നത് ഒരു പെൺകുഞ്ഞാകണേ എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം നാലാമത്തെ പുത്രനായിട്ട് പിറന്നു വീണത്. അമ്മയ്ക്ക് എന്തായിരുന്നു അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ തന്നെ അതിന്റെ ബാക്കിപത്രം എന്നോണം ശാരീരിക ശേഷിക്കുറവുകളും അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് ഓടിക്കളിക്കാനൊക്കെയുള്ള അവസരങ്ങളിൽ ശ്രീ NTക്ക് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്നതാണല്ലോ ഓടിക്കളിക്കുക, അല്ലെങ്കിൽ ബാല്യം എന്ന് പറയുന്നത് വസന്തകാലം തന്നെയാണ്. ആ വസന്തകാലത്തിൽ മറ്റുള്ളവരോടൊപ്പം കൂടിച്ചേർന്ന് വിനോദ കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു ബാലന്റെയും താല്പര്യമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്നോ ഭാഗ്യവശാലോ എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന് അതിന് വളരെയധികം പരിമിതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അക്ഷരങ്ങളോടുള്ള ചങ്ങാത്തത്തിനാണ് അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെയുള്ള അക്ഷര ചങ്ങാത്തത്തിന് ഭാഗമായിട്ട് കൂടുതൽ സമയവും പുസ്തകങ്ങളുമായിട്ട് ചെലവഴിക്കുമ്പോൾ അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഒരിക്കൽ പിന്നീട് പറയുകയുണ്ടായി, ആരായി തീരാനാണ് ആഗ്രഹം എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു എഴുത്തുകാരനായി ആണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ആ ഉത്തരം നമുക്കൊരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏത് കുട്ടികൾ ചോദിച്ചാൽ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷെ ഒരു എഴുത്തുകാരൻ എന്ന് പറയാനുള്ള ഒരു ആഗ്രഹം ആ കുഞ്ഞു മനസ്സിൽ ഇടം പിടിച്ചു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് കാണണം. പക്ഷെ ആ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ ദാഹം തീർക്കാനുള്ള അവസരങ്ങളും പുസ്തകങ്ങളും അദ്ദേഹത്തിന് അധികമായിട്ട് ലഭിച്ചിരുന്നില്ല. കാരണം ഒരു സാഹിത്യ പാരമ്പര്യം ഇല്ലാതിരുന്ന ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മാത്രമല്ല, അദ്ദേഹം തന്നെ പറയാറുണ്ട്, കൂടല്ലൂർ എന്ന് പറഞ്ഞ കുഗ്രാമം എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷെ അതിന്റെ പ്രത്യേകതയുണ്ട്, കുന്തിപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്നും അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നു. പക്ഷെ സ്കൂളിൽ എത്തണമെങ്കിൽ 6 നാഴിക സഞ്ചരിക്കണം, റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റോപ്പിലോ എത്തണമെങ്കിൽ 7 നാഴിക സഞ്ചരിക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വായനയെ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു ആ കുഞ്ഞു മനസ്സുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ 3 ജ്യേഷ്ഠന്മാര് അല്പസ്വല്പം എഴുതും, വായിക്കും, മാതൃഭൂമി ആഴ്ചകൾക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏറ്റവും അനുകൂലമായ ഒരു ഘടകം അദ്ദേഹത്തിന്റെ വീടിനടുത്തായിരുന്നു അക്കിത്തം മന ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ഗ്രന്ഥശേഖരം, അവിടുത്തെ പത്തായപ്പുരയില് ഒരു ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥശേഖരത്തിൽ അദ്ദേഹത്തിന് സർവ്വസ്വാതന്ത്ര്യം കൊടുത്ത കാരണം ആ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ അക്ഷര പൂജ തുടങ്ങിയത്. അവിടുത്തെ കുടിപ്പള്ളിക്കുളത്തിലും പിന്നീട് കൂടല്ലൂർ എലിമെന്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലുമൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയത്. ആ അവസരങ്ങളിലെല്ലാം അക്ഷരം എന്നും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തി, പുസ്തകങ്ങളോട് ആഭിമുഖ്യം കാരണം ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത് കവിതകളായിരുന്നു. പിന്നീട് കഥകളും പിന്നെ ലേഖനങ്ങളും ഒക്കെ ആയിട്ട് മാറി. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കവിത എഴുതി. പക്ഷെ കവിത എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയാണ് കഥയിലേക്ക് കടന്നു പോകുന്നത്. ആ കഥയിൽ എഴുതാനും പല ഘടകങ്ങളും തന്റെ വീടിന് ചുറ്റുപാടും തന്നെ ഉണ്ടായിരുന്നു. അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനാൾ കാവും താന്നിക്കുന്നു കണ്ണാന്തലി പൂക്കളും നീള എന്ന മഹാനദിയുമെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ മുളപൊട്ടിയ അക്ഷര സ്നേഹത്തെ വളരെയധികം പരിപോഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം സ്കൂളിൽ എത്തുന്നത്. ആ സ്കൂളിലും അക്ഷര ശ്ലോക മത്സരങ്ങളിലും പ്രബന്ധ മത്സരങ്ങളിലും എല്ലാം തന്റേതായ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം മുന്നോട്ട് പോയത്. ഹൈസ്കൂളിൽ എത്തിയപ്പോഴേക്കും അവിടുത്തെ മലയാള സാഹിത്യ സമാജത്തിന്റെ സഹകാര്യദർശിയും അതേപോലെ തന്നെ വിദ്യാർത്ഥി മിത്രം എന്ന കൈയെഴുത്ത് മാസികയുടെ പത്രാധീനമായി തീർന്നു 13-ാം വയസ്സിൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം. 13-ാം വയസ്സിൽ പത്രാധിപർ, കൈയെഴുത്ത് മാസികയുടെ പത്രാധിപരായ വ്യക്തിയാണ് 10 ശേഷം മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായി മാറി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ ആദ്യമായിട്ടൊരു
കഥ എഴുതി. കഥ വിഷുവാഘോഷം എന്നും പറയുന്നുണ്ട്, വിദ്യാർത്ഥി എന്നും പറയുന്നത്. ഈ രണ്ട് കഥകളും അദ്ദേഹം കയ്യെഴുത്ത് മാസികയിൽ കൊടുത്തിരുന്നു. പിന്നെ ആ സമയത്താണ് അദ്ദേഹം മാതൃഭൂമി മാസികയുമായിട്ട് വീടുകളിൽ എപ്പോഴും വായിക്കുമ്പോൾ അവിചാരിതമായിട്ട് ഒരു ദിവസം ഒരു ലേഖനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സമാധാനം ശാശ്വതമാകണമെങ്കിൽ എന്നായിരുന്നു ആ ലേഖനത്തിന്റെ തലക്കെട്ട്. പക്ഷെ അത് വായിച്ചു നോക്കിയിട്ട് അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എങ്കിലും അതിന്റെ അവസാനത്തെ പേജിലേക്ക് എത്തിയപ്പോൾ തന്റെ മൂത്ത ജ്യേഷ്ഠന്റെ പേര് അതിൽ കണ്ടപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ഓർത്തത്. ഈ ലേഖനം വീട്ടിലെ ജ്യേഷ്ഠന്റെ മേശവരത്തിൽ താനൊരിക്കൽ കണ്ടതാണല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം ഓർത്തത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദ്യമായിട്ട് എന്റെ കൃതികളും അല്ലെ എന്റെ രചനകളും എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചുകൂടാ എന്നുള്ള ഒരു സംശയമാണ് ആദ്യം തോന്നിയതെങ്കിൽ ഒരു ആഗ്രഹമായിട്ട് വളരാൻ അധിക സമയം എടുത്തി. കാരണം അക്ഷരത്തെ അത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി തന്റെ പേര് അച്ചടിച്ച് കാണാൻ ആഗ്രഹിച്ചതിൽ പ്രത്യേകിച്ച് പ്രായത്തിൽ ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമായി പിന്നീട് അദ്ദേഹം നടത്തി. അങ്ങനെ പല വാരികകൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കും ഒക്കെ അദ്ദേഹത്തിന്റെ രചനകൾ അയച്ചു കൊടുത്തു. പക്ഷെ ഒന്നും പ്രകാശം കണ്ടില്ല, അതിൽ അത്ഭുതപ്പെടാനും ഇല്ല. അദ്ദേഹം അതിൽ ഒട്ടും വിഷമിച്ചിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിലാണ് തകഴി ശിവശങ്കർ പിള്ള, കാരൂർ നീലകണ്ഠപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയ പി കേശവന്റെ തുടങ്ങിയ മഹാരഥന്മാരെ മലയാളിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു തുടങ്ങിയ കാലമായി. ആ ഒരു ചിന്ത അദ്ദേഹത്തില് ആ ബാല്യകാലത്ത് ഒരു കൗശലം പ്രയോഗിച്ചാൽ എന്താണ് കുഴപ്പം ആരും അറിയാനും പോകുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഈ എഴുത്തും വായനയൊന്നും വീട്ടുകാരും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം കൂടല്ലൂർ എന്ന ഗ്രാമത്തില് തുഞ്ചത്ത് എഴുത്തച്ചെഴുതിയ അധ്യാത്മ രാമായണം തപ്പലില്ലാതെ വായിക്കാൻ കഴിഞ്ഞാൽ വിദ്യാഭ്യാസം പൂർത്തിയായി വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ വീട്ടിലെ കന്നുകാലികളെ പാടവരമ്പത്തൂടെ ഒരു പുൽപ്പൊടിത്തുമ്പിന് പോലും നോക്കിപ്പിക്കാതെ പുഴക്കരയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ പയ്യനും ഒരു കൃഷിക്കാരനാകാനുള്ള യോഗ്യത നേടി എന്നുള്ള രണ്ട് വിശ്വാസമായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കി. ഇത് രണ്ടിലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നേടാനില്ല എന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കോളേജിലെ വിദ്യാഭ്യാസം തന്റെ 4 മക്കൾക്കും കൊടുക്കാൻ തയ്യാറായതാണ് അദ്ദേഹത്തിന് അനുഗ്രഹമായത്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതേപോലെ പുസ്തകങ്ങൾ, പല കവിതകളും കഥകളുമാണ് കൂടുതൽ എഴുതിയപ്പോ 10ാം ക്ലാസ് പാസ്സായി കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഒരു വർഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. കാരണം പറയുന്ന ഒരു കാര്യം കോളേജിൽ പഠിക്കാനായിട്ടുള്ള പ്രായപരിധി എത്തിയില്ല എന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം തന്നെ പിന്നീട് അവസരത്തിൽ പറയുകയുണ്ടായി, അതല്ല കാരണം, വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കോളേജിലേക്ക് വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ആ കർഷക കുടുംബത്തിന് ഇല്ലായിരുന്നു. കർഷക കുടുംബം എന്ന് പേരുണ്ടെങ്കിലും അച്ഛൻ സിലോണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം കോളേജിൽ ചേരാം എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം മുന്നോട്ട് നടന്നത്. പക്ഷെ അപ്പോഴും സമയം വെറുതെ കളയാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് കൂടുതലായിട്ട് അക്കിത്തത്തിന്റെ ഗൽപ്പത്തായപ്പുഴയിലെ ഗ്രന്ഥശേഖരത്തിൽ എത്തിച്ചേരുകയും പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്തു. അത് ആ സദരിയ മുന്നോട്ട് പോയി. നമ്മൾ കാണുന്ന ശ്രീ NT വാസുദേവൻ നായർ എന്ന വ്യക്തി രൂപം കൊണ്ടത് ഒരു രാത്രി കൊണ്ടൊന്നുമല്ല. ഒരു നീണ്ട യാത്രയിലെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചിട്ടുകൊണ്ട് തന്നെയാണ് തെക്കേപ്പാട്ട് വാസുദേവൻ എന്ന വ്യക്തി NT വാസുദേവൻ നായരായി മാറിയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ ഹിന്ദുസ്ഥാൻ ടൈംസുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ലോക കഥാമത്സരം സംഘടിപ്പിച്ചു. അതിൽ പങ്കാളികളായത് മാതൃഭൂമി ദിനപത്രമാണ്. ആ പത്രത്തിന്റെ പരസ്യം കഥകളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യം പത്രത്തിൽ വരികയും അത് NT വാസുദേവൻ നായർക്ക് വളരെയധികം ചാരിതാർത്ഥജനകമായി. അതില് എന്തു തന്നെ ആയാലും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം ഒരു കഥ എഴുതി അയക്കുകയുണ്ടായി.
അന്നൊക്കെ ബുക്ക് പോസ്റ്റിന് അയക്കാനുള്ള മുക്കാൽ ആണ് കിട്ടാനായിരുന്നു അദ്ദേഹത്തിന് പ്രയാസം നേരിട്ടിരുന്നത്. എങ്കിലും എങ്ങനെയോ അത് സംഘടിപ്പിച്ച് അയക്കുകയും ചെയ്തു. അന്ന് ആ മത്സരത്തിൽ ഏകദേശം 700ഓളം കഥകളാണ് ലഭിച്ചത്. അപ്പൊ അതിന്റെ വിധികർത്താക്കളായിട്ട് വന്നതെല്ലാം അന്നത്തെ പ്രമുഖരായ സാഹിത്യകാരന്മാരൊക്കെ തന്നെയായിരുന്നു. അവര് ഇത് തെരഞ്ഞെടുത്ത് വെച്ച ഏകദേശം 200ഓളം കഥകൾ ആദ്യം തെരഞ്ഞെടുത്തു. ഫൈനൽ റൗണ്ടിൽ വന്നപ്പോഴത്തേക്ക് 4 കഥകളാണ് മികച്ചവരെ തോന്നി അവരെ മാറ്റിവെച്ചത്. അതിൽ ഏറ്റവും മികച്ച സ്ഥാനത്ത് നിന്നത് എം ടി വാസുദേവൻ നായർ എഴുതിയ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയായി. ആ കഥ എഴുതുന്നത് 1953 ആ സിനിമയായിട്ട് നമ്മളെ മുന്നിലെത്തിയത് 1981 ആ കഥയിലൂടെയും സിനിമയിലൂടെയും നമ്മൾ ഇനിയും കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് പഴമയുടെ ബന്ധമോ അപരിചിതത്വമോ ഇപ്പോഴും അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ കഥയുടെ ഏറ്റവും വലിയ മികച്ച. കാരണം എത്ര വർഷം മുമ്പാണെങ്കിൽ എഴുതിയതാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യവുമായിട്ട് വളരെയധികം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു കഥയായിരുന്നു വളർത്തുമൃഗങ്ങൾ. സിനിമയായി വന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. സർക്കസ് കൂടാരത്തിൽ ഉപജീവനമാർഗം തേടി വരുന്ന ഒരു പറ്റം ദയനീയതയുടെ പ്രതീകങ്ങളായ മനുഷ്യർ അവിടെ എത്തിച്ചേർന്ന് മൃഗങ്ങളെക്കാൾ കഷ്ടതയാർന്ന ജീവിതം നയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം അതിനകത്ത് വരച്ചിരിക്കുന്നത്. അതില് ജാനു എന്ന കഥാപാത്രം കേന്ദ്ര കഥാപാത്രമായിട്ടാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. എത്രമാത്രം പരിതാപകരമായ സ്ഥിതിയിലൂടെയാണ് ഈ കലാകാരന്മാർ മുന്നോട്ട് പോകുന്നതെന്ന് യഥാർത്ഥമായി വരച്ചിടാൻ വർഷങ്ങൾക്ക് മുമ്പ് എം ടിക്ക് കഴിഞ്ഞു. അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ 53 അയച്ചു കൊടുത്തെങ്കിൽ 54 അത് അവാർഡായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നെ ഒരു ആരോപണം പലപ്പോഴും പറയാറുണ്ട്, എം ടി വാസുദേവൻ നായർ തന്റെ സമുദായത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അത് ഏറെക്കുറെ ആ പറഞ്ഞ കാര്യം ശരിയാണെങ്കിലും ആ ഉദ്ദേശത്തിലായിരുന്നില്ല അദ്ദേഹം അത് മുന്നോട്ട് വെച്ചത്. കാരണം ജനിച്ചു വളർന്ന പശ്ചാത്തലം, പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രചനകളിലെ കഥകളാണ് എങ്കിലും അത് കഥകളായിരുന്നില്ല, അതിനൊക്കെ ശരിയായ സംഭവങ്ങൾ തന്നെ ആയിരുന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഓരോ കഥകളും നോവലുകളും എഴുതി. അത് പലതും അദ്ദേഹത്തിന് നേരിട്ട് അനുഭവം ഇല്ലെങ്കിലും അമ്മയും ചെറിയമ്മയും ഒക്കെ പറഞ്ഞിരുന്ന കഥാരൂപങ്ങൾ മനസ്സിന്റെ ഓരോ ഉള്ളടങ്ങളിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് അത് കഥാരൂപത്തിൽ പുറത്തേക്ക് വരികയായിരുന്നു. എല്ലാം ജീവിതഗന്ധിയായ രചനകൾ തന്നെയാണ് അദ്ദേഹത്തിൽ വന്നുകൊണ്ടിരുന്നത്. 4 കെട്ട് നമുക്കറിയാം, മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ നായർ കൂട്ടുകുടുംബത്തിലെ മരുമക്കാത്തായ വ്യവസ്ഥയിലെ പ്രശ്നങ്ങളും പരാധീനതകളും ജീർണതകളും ശൈഥില്യങ്ങളും ഒക്കെയാണ് ആ നോവലിലൂടെ പുറത്തേക്ക് വന്നത്. പക്ഷെ പല സൂചകങ്ങളും അടയാളങ്ങളും ആസ്പദമാക്കിയാണ് ഇതൊക്കെ എഴുതി ചേർത്തതെങ്കിലും അത് മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. അതിൽ എല്ലാത്തിലും തൻ്റെതായ ഒരു ആത്മാംശം കൂടി കലർത്താൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു വിദഗ്ധനായ ശില്പി കളിമണ്ണ് കൊഴിച്ച് പ്രതിമകൾ ഉണ്ടാക്കുന്ന രീതിയായിരുന്നില്ല, മറിച്ച് തൻ്റെ അക്ഷര ഖനിയിലെ അക്ഷരമനുഷ്യയിലെ തന്റെ ആത്മാംശവും ആ കഥാപാത്രത്തിന്റെ ആന്തരിക വ്യാപാരവും കൂട്ടിക്കലർത്തി ഓരോ കഥാപാത്രത്തെയും വാർത്തെടുക്കുകയായിരുന്നു ശരി. മാത്രമല്ല അന്ന് വരെ പിന്തുടരുന്ന നോവൽ എന്ന പ്രസ്ഥാനത്തിലെ ആദിമധ്യാന്തങ്ങളിൽ നിന്ന് ഒരു പരിവർത്തനം കൂടെ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടായി. പക്ഷെ ഒരു നോവൽ എഴുതുക എന്നതിലുപരി 4 കെട്ടിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിലും അകത്തളങ്ങളിലും കണ്ടെത്തിയ വീർപ്പുമുട്ടലും വിതുമ്പലും പ്രണയവും വിരഹവും ദാരിദ്ര്യവും വിശപ്പും എല്ലാം പൊതുജന സമൂഹം എന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം
തന്റെ രചനകളെ കുറിച്ച്. പക്ഷെ അത് ഒരു നവോത്ഥാനം എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിലും ഈ പ്രശ്നങ്ങൾ പൊതുജന സമക്ഷത്തിൽ എത്തിക്കുകയും അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാകുകയും ഇതിൽ നിന്ന് എങ്ങനെ മോചനം തേടാം എന്നുള്ള ഒരു ചിന്ത തുടക്കമിട്ടതും ഇന്ത്യയുടെ നാലുകെട്ട് എന്ന നോവൽ എന്ന് പറയുന്നു. പാതിരാവും പകൽ വെളിച്ചവും അതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചെങ്കിൽ എഴുതിയെങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്യപ്പെട്ടത് ഈ നാലുകെട്ട് നോവലാണ്. അതിന് 1959 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ നോക്കിയാൽ സ്വന്തം സമുദായത്തിന്റെ കഥകളൊക്കെയാണ് പറഞ്ഞതെങ്കിലും അതിനെല്ലാം ജീവന്റെ മണമുണ്ടായിരുന്നു, സൗരഭ്യമുണ്ടായിരുന്നു. കാരണം അതിൽ ഓരോ കഥാപാത്രങ്ങളും പാറക്കുട്ടിയുടെ മകൻ അപ്പുണ്ണി, കുട്ടിയടത്തി അദ്ദേഹം പറയാറുണ്ട് മീനാക്ഷിയടത്തിയായിരുന്നു. ഇതെല്ലാം ഞാൻ നേരിൽ കണ്ടതാണ്. സ്നേഹമില്ലായ്മയാണ് ഈ കഥാപാത്രങ്ങൾ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ കുട്ടിയടത്തിയെ ഒരു പ്രതിഷേധിയാക്കി വളർത്തിയത് മറ്റുള്ളവരുടെ സ്നേഹമില്ലായ്മയാണ്. തന്റെ വൈരുദ്ധ്യം ഒരു പ്രശ്നമായി മാറുമ്പോൾ അത് പലപ്പോഴും പ്രകോപനപരമായ പല കാര്യങ്ങളിലേക്കും കുട്ടിയടത്തെ നയിച്ചിട്ടുണ്ട്. നിഷേധിയായിരുന്നു, പ്രതിഷേധിയായിരുന്നു, ആരോടും എന്നും പറയുമായി. പക്ഷെ അവസാന നിമിഷത്തിൽ തന്റെ വൈരുദ്ധ്യമായി നിൽക്കുന്ന കാതിലെ മണി മുറിച്ചു കളഞ്ഞാൽ തന്റെ സൗന്ദര്യം തിരികെ വരും എന്നുള്ള വ്യാമോഹത്തില് അത് മുറിച്ചു കളഞ്ഞു എന്നാണ് ആ കഥയിൽ പറയുന്നത്. പക്ഷെ ഇത് കഥയല്ല. തന്റെ ജീവിതത്തിൽ അമ്മമാരും ചെറിയമ്മമാരും പറഞ്ഞു തന്ന സംഭവമാണ് ഒരിക്കൽ അദ്ദേഹം പറയാറുണ്ട്. അതേപോലെ തന്നെ ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ കുട്ടി ഇതും ഒരു ജീവിക്കുന്ന കഥാപാത്രം തന്നെയായിരുന്നു. കാരണം സമതല തെറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വേലായുധൻ കുട്ടി. സമതല തെറ്റി എന്താണ് ചെയ്യുന്ന അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പോകുന്ന ആ വ്യക്തിയെ വരച്ചിടാൻ MT വാസുദേവൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തി വേലായുധൻ കുട്ടിയോട് സ്നേഹത്തോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അമ്മുക്കുട്ടി മാത്രമാണ്. അദ്ദേഹം ഇത് പറഞ്ഞു വെക്കുന്നത് മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും വിലയില്ല. മരുമക്കത്തായ സമ്പ്രദായത്തില് പഠിപ്പുരമാളികയിൽ എല്ലാ അധികാരങ്ങളും കൈയടക്കി വാളരുന്ന കാരണവരെന്ന വല്യമ്മാവരും അവരുടെ കുടുംബവും അകത്തളങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ വില അറിയുന്ന, വിശപ്പിന്റെ വേദന അറിയുന്ന അനന്തരന്മാരും ഇളയമ്മമാരും കുഞ്ഞമ്മമാരുടെയും തേങ്ങലുകളാണ് ഇതിന്റെയൊക്കെ ഇത്. ഈ തേങ്ങലുകളൊക്കെ ഒരു ഭാവനയിൽ മാത്രം വിരിഞ്ഞവയല്ല. ജീവിതാനുഭവം സ്വന്തം അമ്മയും കുഞ്ഞമ്മയും ഇളയമ്മയും ഒക്കെ പറഞ്ഞു തന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓരോരോ നിമിഷങ്ങളിൽ കൂടുകൂട്ടിയ കഥാംശങ്ങളാണ് പലപ്പോഴും രചനകളായും നോവലുകളായും പുറത്തേക്ക് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. പിന്നെ ഇതിനകത്തൊരു ശൈലി മാറ്റം എന്ന് പറയാം. MT വാസുദേവൻ രചനകളിൽ ഒരു പരിവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ആദിമധ്യാത്മങ്ങളില്ലാത്ത അല്ലെങ്കിൽ അതിൽ കൂടിക്കിടക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. കാരണം ഓരോ രചനകളും കൃതികളും ഉണ്ടാകുന്നത് ഓരോ കാലഘട്ടത്തെ ആശ്രമമാക്കിയാണ്. ആ കാലഘട്ടത്തിൻ്റെതായ സങ്കീർണതകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെ വായനക്കാരിലേക്ക് പകരുമ്പോൾ ആ ഭാഷയ്ക്കും വ്യത്യസ്തത വേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പുതിയ കാലത്തെ എഴുത്തുകാര് അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്നതിൽ അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ നോവലുകൾക്കൊന്നും മാറ്റം എത്ര വലുതാണ് എന്ന് തോന്നുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല പല പ്രതിബിംബങ്ങളും സൂചനകളുമാണ് നമുക്ക് ആ നോവലിൽ തരാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പന്ഥാവ് വെട്ടിത്തെളിച്ചെടുക്കാൻ MT വാസുദേവൻ കഴിഞ്ഞു
അതുവരെയുള്ള കാലങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ ശൈലിയാണ് പിന്തുടരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ശേഷമാണ് ആ വ്യത്യസ്തത രചനകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുതിയ എഴുത്തുകാരെ അവതരിപ്പിക്കുന്നതിലും ഒരു പത്രാധിപർ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകർ, ഒരു സബ് എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിച്ചു. അദ്ദേഹം കൈപിടിച്ചു വരുത്തിയതൊക്കെ തന്നെയാണ് എം കുന്ദൻ, ഒ വി വിജയൻ, പുനത്തിൽ കഞ്ഞത്തുള്ള, പത്മരാജൻ, മീതിൽ രാധാകൃഷ്ണൻ, ആനന്ദ് സേതു തുടങ്ങിയ മഹാരഥന്മാർ. ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെയാണ് പിച്ചു വെച്ച് നടന്ന് ഓരോ സിംഹാസനങ്ങൾ ഭൂവിഷ്ടരായെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും പ്രതിബദ്ധതയുള്ള ഒരു സാഹിത്യകാരൻ, ഒരു എഴുത്തുകാരൻ, ഒരു പത്രപ്രവർത്തകൻ ഈ കാലത്ത് ഉണ്ടാകുമോ എന്ന സംശയം. കാരണം 2 വരി എഴുതിയാലും 4 വരി എഴുതിയാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് വൈറലാകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയൊരു സ്വഭാവം വളരെ അപൂർവതയാണ്. കാരണം ഞാൻ എഴുതിയതൊന്നും എന്റെ അല്ല എന്ന് തുറന്നു പറയാൻ ആർജവം കാണിച്ച വ്യക്തി കൂടിയാണ് ശ്രീ ടി വാസുദേവൻ. എന്റെ മുന്നിൽ സഞ്ചരിച്ചു പോയ വ്യക്തികളുടെ കാലടികളെ പിന്തുടർന്ന് എന്റെ മനസ്സിൽ ഉദയം കൊണ്ട ചില വാക്കുകൾ വാചകങ്ങളാക്കുക മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് പറയാറുണ്ട്. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അല്ലെങ്കിൽ വാട്സാപ്പിലെ മെസ്സേജ് പോലും എത്രയും കൂടുതൽ ഷെയർ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതിലൊന്നും താല്പര്യമില്ലാതിരുന്ന ഒരു വ്യക്തി തന്റെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ അക്ഷരങ്ങളിലാക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്റെ വേദനയാണ് എന്റെ എഴുത്ത് എന്നതേ പറയും. എന്റെ ആത്മാവിന്റെ നൊമ്പരമാണ് എഴുത്ത്. അസംതൃപ്തമാക്കപ്പെട്ട ആത്മാവിന് മുമ്പിൽ അവിചാരിതമായി വീട് കിട്ടുന്ന ആഹ്ലാദനുഭവങ്ങളാണ് എഴുത്ത് എന്ന് ആശ്വസിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു എം ടി വാസുദേവൻ നായർ. പക്ഷെ അദ്ദേഹം പലപ്പോഴും വായനക്കാരിൽ നിന്നും അകന്നു നിന്നു എന്ന് ഒരു പരിഭവം പലപ്പോഴും പറയാറുണ്ട്. അത് ഒരു തവണ ശരിയുമായിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ പലപ്പോഴും ഒരു നോട്ടത്തിലോ ഒരു ആംഗ്യത്തിലോ ഒരു മൂളലിലോ മാത്രം ഒതുങ്ങിപ്പോയിട്ടുണ്ട് പലപ്പോഴും. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്രാധിപർ അല്ലെ പത്രപ്രവർത്തകർ എന്ന നിലയിൽ സാഹിത്യവുമായിട്ട് ചർച്ച ചെയ്ത് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ എന്റെ ശ്രദ്ധ മാറിപ്പോകും. പിന്നെ ഞാൻ പറയുന്നത് എന്തായിരിക്കും അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ശൈലി വേണ്ട എന്ന് സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചത് എന്ന്. ഏറ്റവും എളുപ്പം അതാണല്ലോ. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ തുടർന്ന് വേറെ പലതും പറയേണ്ടി വരും. അപ്പൊ അത് വേണ്ട, ഈ ഒരു സ്വഭാവക്കാരനാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ മൗനമാണ് ഏറ്റവും നല്ലത്, വാചാലമാകും നമ്മൾ പറയാറുണ്ട്. വായനക്കാരുടെ മുമ്പിൽ വാചാലമാകാതിരിക്കണം എന്നാണ് അദ്ദേഹം ആലോചിച്ചത്. കാരണം തന്റെ കൃതികളെ പറ്റി വായനക്കാര് അല്ലെങ്കിൽ താൻ എന്താണോ സന്ദേശം പകരാൻ ഉദ്ദേശിച്ചത് ആ സന്ദേശം ഏത് രീതിയിലാണ് അനുവാചകരിലേക്ക് കടന്നു ചെല്ലുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കണം എന്ന വിശ്വാസക്കാരനായ ഒരു രചയിതാവിന്റെ അല്ലെ നോവലിസ്റ്റിന്റെ മുന്നിൽ വെച്ച് പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ ഈ അക്ഷരങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണർത്തി വന്ന ഓരോ ചിന്തകളും രചയിതാവിന്റെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കാൻ പലപ്പോഴും മടിയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക, മാറി നിന്ന് അവരെ വീക്ഷിക്കുക എന്ന ഒരു ശൈലിയാണ് ശ്രീ എം ടി എപ്പോഴും സ്വീകരിച്ചത്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം എഴുത്തുകാരെ പരിപോഷിപ്പിച്ചില്ല എന്ന് പറയാനായിട്ട് വായനക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം മാത്രമായിരുന്നത്. പക്ഷെ എഴുത്തുകാരെ അദ്ദേഹം എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു. അതിന്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒ വി വിജയൻ, സേതു തുടങ്ങിയ മഹാരഥന്മാരെല്ലാവരും തന്നെ. ഈയിടെ ശ്രീ സക്കറിയ പറയുകയുണ്ടായി, 1961 അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞെത്തിയ വ്യക്തി ഒരു പുസ്തകം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളിത് വായിക്കണം,
ഇത്ര മനോഹരമായ ഒരു നോവൽ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. കൊളംബിയൻ നോവലിസ്റ്റായ ഗബ്രിയൽ ഗാർസിയോ മാർക്കേസിന്റെ 100 Years of Solitude, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവൽ. അത് 1961 എഴുതിയതെങ്കിലും അമേരിക്കൻ പോയ സന്ദർശന സമയത്ത് ആ പുസ്തകം തെരഞ്ഞെടുത്ത് വായിക്കാനും വാങ്ങിക്കാനും അത് വളർന്നു വരുന്ന എഴുത്തുകാർക്ക് നൽകാനുള്ള ഒരു മനസ്സ് ഇന്ത്യ കാണിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അതിനുശേഷം 1982 അതിന് നോബൽ സമ്മാനം നേടി എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ സർഗ പ്രതിഭയുടെ വ്യാപ്തിയും ആഴവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം എഴുത്തുകാരെ സ്വന്തം മനസ്സിനോടും മാനസിക വ്യാപാരങ്ങളോടും ചേർത്ത് വെക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു. ഇപ്പോഴത്തെ നമ്മളെ കാര്യം നോക്കുകയാണെങ്കിൽ ഏത് കാര്യത്തിലും അഭിപ്രായം പറയുക എന്നുള്ള ഒരു നൂതന ശൈലി കൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സാംസ്കാരിക നായകന്മാരെ വിശേഷിപ്പിക്കുന്ന പലരും അതിൽ പ്രതികരിച്ചില്ലെങ്കിൽ തന്റെ പ്രസൻസ് അല്ലെ തന്റെ സാന്നിധ്യം ഉണ്ടാകില്ലല്ലോ എന്നുള്ള വിശ്വാസത്തിൽ പലതിലും അഭിപ്രായം പറയുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു എം ടി വാസുദേവൻ. വാണിജ്യ പ്രലോഭനങ്ങൾ മറ്റൊരിടത്ത്, വിശ്വാസ പ്രമാണങ്ങൾ ഒരു സ്ഥലത്ത്. ഇതിന്റെ രണ്ടിലെയും ഇടയിൽപ്പെട്ട് എഴുത്തുകാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഇക്കാലത്ത് വളരെയധികം വലുതാണ്. പക്ഷെ അങ്ങനെയുള്ള സംഘർഷങ്ങളിലോ സമ്മർദ്ദങ്ങളിലോ ഒന്നും എം ടി അടിമപ്പെട്ടു പോയില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഒരു പ്രതികരണവും നമുക്ക് അദ്ദേഹം വന്നിട്ടില്ല. ഇതേപോലെയുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നവരുടെ പട്ടിക തെരഞ്ഞു പോയാൽ അദ്ദേഹത്തിന്റെ പേര് അതിൽ കാണില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. എന്തിനെ പറ്റി സംസാരിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. തനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതും അതിനെപ്പറ്റി ഗഹനമായും ആഴത്തിലും അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പലരും എന്തിനാണ് ഈ പ്രതികരണത്തിൽ പിശുക്ക് കാണിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, പല കാര്യങ്ങളും മനസ്സിനെ വേദനിപ്പിക്കാറുണ്ട്, ചിലത് അസ്വസ്ഥത പടർത്തും. ആ അസ്വസ്ഥത മാറാതെ മനസ്സിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ മനസ്സിൽ വീർപ്പുമുട്ടൽ കൂടും. ആ അവസരത്തിൽ മാത്രമാണ് എന്തെങ്കിലും പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ആ പറയുന്നത് കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല അദ്ദേഹം അത് ചെയ്യുന്നത്. തന്റെ മനസ്സിൽ കൂടിയ അസ്വസ്ഥതകളെ ഒഴിവാക്കാൻ തന്റെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ താൻ ചെയ്താൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു എം ടി. പലപ്പോഴും പ്രയോജനമുണ്ടാകണമെന്നില്ല, പക്ഷെ ആ ഒരു ചിന്ത വായനക്കാരിലൂടെ സമൂഹത്തിലേക്ക്, പൊതുജനത്തിലേക്ക് എത്തിക്കാൻ പലപ്പോഴും അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നു. മലയാള ഭാഷയെ ഇത്രമാത്രം സ്വാധീനിച്ചിട്ടുള്ള വേറൊരു എഴുത്തുകാരിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സൂചിപ്പിക്കാൻ. മലയാള ഭാഷയ്ക്ക് ഇത്രമാത്രം ഒഴുക്കും ഒതുക്കവും മാധുര്യവും നൽകിയ വേറൊരു കലാകാരൻ ഉണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ രചനകളിലും ആ ഒഴുക്കും ഭദ്രതയും നമുക്ക് കാണാനായിട്ട്. 1960 തന്നെ മാതൃഭൂമിയിലാണ് അദ്ദേഹം സബ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു നോവൽ മത്സരം നടത്തിയുണ്ടായി. മാതൃഭൂമി നോവൽ മത്സരം എന്ന് നമുക്കറിയാം, അതിന് പ്രാധാന്യം എത്രയുണ്ട്, അതിൽ എത്രമാത്രം അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് പങ്കെടുക്കുന്നതെന്നെല്ലാം നമുക്കറിയാം. ആ മത്സരത്തില് 1ാം സമ്മാനം നേടിയ വ്യക്തിയെ തേടി മാതൃഭൂമിയുടെ ഏറ്റവും വലിയ ലെറ്റർ പാഡിൽ ഒരു കത്ത് ജേതാവിന് ലഭിക്കുകയുണ്ടായി. ആ കത്തിലെ അഭിനന്ദനങ്ങൾ എന്ന ഒറ്റ വാചകം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ താഴെ കാണിച്ചിരുന്ന ഒപ്പിൽ നിന്നും എം ടി വാസുദേവൻ നായരാണ് ഇത് അയച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പ്രസിദ്ധനായ സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒറ്റ സെന്റൻസ് അല്ലെ അഭിനന്ദനങ്ങൾ
എന്ന ഒറ്റ വാചകത്തിൽ ഒതുക്കി എം ടി എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വികാരം അഭിനന്ദനങ്ങൾ മാത്രമായിരുന്നു. ആ അഭിനന്ദനങ്ങൾ മാത്രമാക്കി ഒരു ലെറ്റർ പാഡ് അയക്കുന്നതിലും അദ്ദേഹത്തിന് വൈമുഖ്യം തോന്നിയില്ല. അത് ലഭിച്ച ശ്രീ സി രാധാകൃഷ്ണൻ അത് നെഞ്ചോട് ചേർത്ത് വെച്ചുവെന്ന് അദ്ദേഹം പറയാറ്. പക്ഷേ പിന്നൊരവസരത്തില് മാതൃഭൂമിയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരാലോചന വന്നപ്പോൾ ശ്രീ സി രാധാകൃഷ്ണൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിൽ എനിക്ക് വളരെ പരിഭവം ഉണ്ടായിരുന്നു പിന്നെ മനസ്സിലാക്കി. അതിനുശേഷം ആഴ്ചപ്പതിപ്പിലേക്ക് ശ്രീ രാധാകൃഷ്ണനും യാതൊരു രചനകളും അദ്ദേഹം ചോദിച്ചിരുന്നില്ല. പക്ഷെ പിന്നെ ഈ പരിഭവം പറഞ്ഞു തീർത്തപ്പോൾ ആണ് ശ്രീ സി രാധാകൃഷ്ണൻ അത്ഭുതപ്പെട്ടു പോയത്. ഈ പിണക്കവും പരിഭവവും ഒക്കെ മനസ്സിൽ നിൽക്കുമ്പോൾ എം പി ശ്രീ രാധാകൃഷ്ണന്റെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു, വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന കാര്യം. അപ്പോഴാണ് ശ്രീ രാധാകൃഷ്ണൻ ശരിക്കും മനസ്സിൽ നൊമ്പരം അനുഭവപ്പെട്ടത്. കാരണം എത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നു, അല്ലെ എന്റെ കുടുംബത്തെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത് എന്നത് പിന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ നേരത്തെ പറഞ്ഞു, നാലുകെട്ട്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയെടുത്തി, ഈ നോവലുകളെല്ലാം തന്നെ സാമൂഹ്യ പരിവർത്തനത്തിന് ഒരു നാന്ദി പാകിയിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല. പുറത്താക്കപ്പെട്ട അപ്പുണ്ണി സ്വന്തം കാലിൽ നിൽക്കാനായപ്പോ ധൈര്യപൂർവ്വം അമ്മയുടെ കൈപിടിച്ച് തറവാട്ടിന് മുറ്റത്തേക്ക് എത്തിച്ചേർന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അവിടെ അപ്പുണ്ണിയുടെ വരവിൽ അവിടെ തകർന്നു വീഴുന്നത് അനർഹമായ അധികാരികൾ ശിരസിലേറ്റിയ ചില ബിംബങ്ങളുടെ തകർച്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്ത അവസ്ഥയിൽ താൻ തന്നെ പുറത്താക്കിയ അനന്തരവന്റെ ദയയ്ക്ക് വേണ്ടി കേടപേക്ഷിക്കുന്ന വല്യമാവനെ നമ്മൾ അവിടെ കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും കഥയല്ല, ഇത് ജീവനുള്ള സ്പന്ദിക്കുന്ന മനുഷ്യരുടെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹം അതിനകത്ത് വരച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേറെ രചനയാണ് 61 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും അറിയാം. ആ നോവലിന്റെ പേര് ഞാൻ പറയാതെ തന്നെ മഞ്ഞ് എന്ന നോവൽ. ആ നോവലല്ല എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. 80 പേജുകൾ മാത്രമുള്ള ഒരു നോവലായിട്ട് കരുതാൻ കഴിയില്ല, നോവലില്ല. പക്ഷെ ആ 80 പേജിനേക്കാൾ എത്രയോ മടങ്ങ് വായനക്കാർ ആ പുസ്തകത്തിലൂടെ കടന്നുപോയി എന്നുള്ള വസ്തുതയാണ് ആ പുസ്തകത്തിന്റെ 57ാം പതിപ്പ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയതിലൂടെ മനസ്സിലാവും. 61 വർഷം മുമ്പ് ഇറങ്ങിയ പുസ്തകം 57 പ്രാവശ്യം പ്രസിദ്ധീകരിച്ചു. ഒരു ചെറിയ പുസ്തകം, 80 പേജുകൾ മാത്രം. അപ്പൊ അതുവരെ എം ടി കൈകാര്യം ചെയ്യുന്ന നാലുകെട്ടിന്റെ അകത്തളവിൽ നിന്നും പ്രണയത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്നതായിരുന്നു ആ പുസ്തകം ചെയ്തത്. പക്ഷെ പ്രണയം ഇവിടെ ഒരു കാത്തിരിപ്പ് മാത്രമാണ്. വിമല എന്ന കഥാപാത്രം നൈനിറ്റാളിൽ സ്കൂളിൽ ബയോളജി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, 31 വയസ്സുണ്ട്. അവരും കാത്തിരിക്കുകയാണ്. 9 വർഷങ്ങൾക്ക് മുമ്പ് ചില അസുലഭ മുഹൂർത്തങ്ങൾ തനിക്ക് പകർന്നു നൽകിയ നീല ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്ന സുധീർ കുമാർ മിശ്രയെ തേടി അവരും കാത്തിരിക്കുന്നു. വരുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ പ്രതീക്ഷയാണ് മുന്നോട്ട് നയിക്കുന്നത്. അതേപോലെ തന്നെ വെള്ളാരം കണ്ണുകളും ചെമ്പൻ മുടിയും പുള്ളിക്കുത്തുകൾക്കുള്ള ബുദ്ധുവും അവന്റെ പിതാവിനെ കാത്തിരിക്കുന്നു. ഗോരാ സാഹിബ് എന്ന് വിളിക്കുന്ന ഒരു പടം മാത്രം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എന്നെങ്കിലും നൈനിറ്റാളിന്റെ തടാകക്കരയിൽ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ ബുദ്ധുവും ജീവിക്കുന്നതായിട്ട് കാണും. അതേപോലെ തന്നെ 15 ദിവസം മാത്രം ആയുസ്സുള്ള സർദാർജിയും
അവിടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അതിലെ ചില വാചകങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് വായിക്കാം. മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ ഒരു തടവുകാരൻ. എത്രമാത്രം ആ കഥാപാത്രത്തെ ഇതിലും കൂടുതൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ വേറൊരു വാചകം ഉണ്ടെന്ന് തോന്നില്ല. മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ തടവുകാരൻ. കുഴിമാടം എന്ന് നമുക്കറിയാം ഏറ്റവും അവസാനം എത്തിച്ചേരുന്ന സ്ഥലം. പക്ഷെ വിമല അങ്ങനെ അവസാനം ചെന്നതല്ല, ഒരു തടവുകാരിയായിട്ടാണ്, വർഷങ്ങളുടെ തടവുകാരിയായിട്ട് ചെയ്യുന്നത്. ജീവനുണ്ട്, പക്ഷെ മലകൾ ഒരുക്കി കൊടുക്കുന്ന കുഴിമാടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വർഷങ്ങളായിട്ട് 9 വർഷങ്ങളായിട്ട് ഏതോ ഒരാൾ തനിക്ക് ഇതുവരെ അനുഭവിക്കാൻ പറ്റാത്ത പല മുഹൂർത്തങ്ങളും നൽകി കടന്നുപോയ വ്യക്തി എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിൽ തടവുകാരിയാണ് എന്ന് തുറക്കുവിടും നമുക്കറിയത്തില്ല. അതേപോലെ തന്നെയാണ് ഓളങ്ങളിൽ ഒഴുകിയെത്തിയ ബഹുവർണ്ണങ്ങൾ പൂശിയ പൊങ്ങ് തടികളിലൊന്ന് വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന് ചാഞ്ചാടുകയാണ്. ഇതൊന്നും ആലോചിച്ച് നോക്കിയാല് ബഹുവർണ്ണങ്ങൾ പൂശിയ പൊങ്ങ് തടികളിലൊന്ന് വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലയിൽ പോകാനായിട്ട് പറ്റുന്നില്ല. അവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷെ പല ബന്ധനങ്ങളും അതിന് സമ്മതിക്കുന്നില്ല. ആ മരച്ചില്ലകൾ കുടുങ്ങിക്കിടന്ന് ചാഞ്ചാടും. പോകാൻ പറ്റും എന്ന് പ്രതീക്ഷയുണ്ട്, പക്ഷെ പോകാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ തന്നെ വേറൊരു കാലിപ്പിന് ചുഴറ്റി എറിഞ്ഞിട്ട ചേരയെ സ്വന്തം അച്ഛനെ പറ്റിയാണ് അത് പറയുന്നത്. അടഞ്ഞു കിടക്കുന്ന ജാലകം തുറന്നിട്ടപ്പോൾ ആവേശത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷം മുറിയിൽ കുറ്റബോധത്തോടെ പരിങ്ങി നിന്ന തണുത്ത വായു. ഈ ഭാവന, ഈ കൽപ്പന വേറെ ആരിൽ നിന്നും പ്രതീക്ഷിക്കാനായിട്ട്. അടഞ്ഞു കിടക്കുന്ന വാതിൽ, അറിയാതകത്തിടുന്ന വായു, പരിങ്ങി നിൽക്കുന്ന കുറ്റവാളിയെ പോലെ പതുങ്ങി നിൽക്കുന്ന വായു. ഈ ഒരു ഭാവന എങ്ങനെ മനസ്സിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനൊരു ഭാവന ഒരു കാരണവശാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രമാത്രം മനോഹരമായ വരികളിലൂടെ ഒരു കാവ്യം പോലെ നമ്മുടെ മനസ്സിൽ മഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കിടക്കുക. അടുക്കളയിൽ നിന്നുള്ള അഴുക്കുകൾ ഒഴുകിപ്പോകുന്ന ചാലിലേക്കത്ത്. ഈ ഒരു സന്ദർഭം സ്വന്തം അച്ഛൻ മരിച്ചപ്പോ അമ്മയെ കാണാനെത്തിയ കാമുകനെ മുറിയിലേക്ക് കയറിപ്പോകുമ്പോൾ വിമല പുറത്തേക്ക് വരുമ്പോൾ, വിമല പുറത്തേക്ക് വന്നു, കാരണം താനെ ആ അവസരത്തിനോട് സാക്ഷ്യം വഹിക്കേണ്ടത് ആവശ്യമില്ല എന്നറിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ വിമലയുടെ കണ്ണെത്തിച്ചേരുന്ന സ്ഥലമാണ് അടുക്കളയിൽ നിന്ന് അഴുക്കുവെള്ളം ഒഴുകിപ്പോകുന്ന ചാല്. എത്ര മാത്രം അർത്ഥഗർഭമാണ്! ഒഴുകിപ്പോകാൻ വേണ്ടാത്ത വസ്തുവാണ്. അടുക്കളയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു വസ്തുവിനെ ആണ് വിമല ആ സമയം കാണുന്നത് എന്നുള്ളതിൽ നിന്നും ആ കാമുകന്റെ അവസ്ഥ, അല്ലെ ആ കാമുകനെ എങ്ങനെയാണ് വിമല മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, യഥാർത്ഥമായ ഒരു ചിത്രം നമുക്ക് അതിനകത്ത് കാണാം. എണ്ണമറ്റ നേരത്തെ ശബ്ദങ്ങൾ കൂടിക്കലർന്ന് താളമുണ്ടാകുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. നിശബ്ദത ഒരു സംഗീതമാണ്. തുഴ താളത്തിൽ വീഴുമ്പോൾ ആഴത്തെ ഓർമ്മിച്ചുകൊണ്ട് ജലപ്പരപ്പിൽ ശബ്ദം വീഴും. ഇതൊക്കെ ആരുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുക. കടൽ ചോദിച്ച ഒരു സായാഹ്നം ബാക്കി കിടക്കുന്നത് മറക്കല്ലേ എന്ന് സർദാർജി പറഞ്ഞു. ഇതും ഒരു പ്രതീക്ഷയാണ്. പക്ഷെ ഈ നോവലുകള് അപൂർണതകളുടെ സങ്കലനമാണെന്ന് പറയുന്നത്. കാരണം ഈ നോവല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ നോവലിനെ നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സംക്ഷിപ്ത രൂപം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു നോവലിനെ കാച്ചിക്കുറുക്കിയെടുത്താൽ എന്തായിരിക്കും എന്ന അവസ്ഥയാണ് ഈ മഞ്ഞിനുള്ളത്. പക്ഷെ ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ എനിക്ക് പറയുകയുണ്ടായി, മഞ്ഞ് ഇതിലും കുറെ കൂടെ ചുരുക്കാമായിരുന്നു. ആലോചിച്ച് നോക്ക്. കഥാകൃത്ത് പറയുകയാണ്, പേജിന്റെ കനം കൂടി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി ആർജിക്കുന്ന പുസ്തകങ്ങളായിട്ട് മാറുന്നതെന്നുള്ള ചിന്താഗതി നിലനിൽക്കുമ്പോൾ ഒരു നോവലിസ്റ്റ് പറയുകയാണ്, ഇത് കുറെ കൂടെ ചുരുക്കാമായിരുന്നു, അതിൽ ഒരു വാക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പൊ ഓഡിയൻസ് ചോദിച്ചു, അതേതാണ് ആ വാക്ക് ഒഴിവാക്കാൻ? അപ്പൊ അതിൽ പറയുന്നത്, അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഒരു വാക്കുണ്ട്. ആ വാക്ക് വേണ്ടിയിട്ടില്ല. കാരണം വിമലയുടെ അച്ഛൻ
കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയി ഒരു ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ഉരുളക്കിഴങ്ങ് ഒരു മുഴച്ചു നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് പിന്നെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് പറയും. അപ്പൊ ഓരോ വാക്കിനും എത്രമാത്രം പ്രാധാന്യം കൊടുത്താണ് അദ്ദേഹത്തിന്റെ തൂലിക ചലിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, പല സൂചകങ്ങളാണ്, കഥ മുഴുവനായിട്ട് പറയുന്നില്ല. വിമലയുടെ ഓർമ്മകളിൽ തട്ടി വരുന്ന, ഓളപ്പരപ്പിൽ ഉയർന്നു വരുന്ന നേർത്ത ശബ്ദം പോലെയുള്ള സംഭവഗതികളാണ് ഈ നോവലിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ആ അപൂർണത തന്നെയാണ് ആ നോവലിന്റെ ഭംഗി എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകം മുഴുവൻ കാത്തിരിക്കുന്നു, തടാകക്കരയും കാത്തിരിക്കുന്നു, പുതിയ സന്ദർശകരെത്തി. ബുദ്ധു അവന്റെ പിതാവിനെ തേടി കാത്തിരിക്കുന്നു. വിമല തന്റെ കൂട്ടുകാരൻ സുധീർ കുമാർ മിശ്രയെപ്പറ്റി കാത്തിരിക്കും. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. വ്യാമോഹങ്ങളാണ് എല്ലാം. എന്നിട്ടും അതിനെപ്പറ്റി കാത്തിരിക്കുകയാണ്. വർണ്ണവൈവിധ്യങ്ങളുള്ളിൽ ഈ സന്ദർശകരെ കാത്തു നിൽക്കുന്ന തടാകക്കരയിൽ കാത്തിരിപ്പിന്റെ പ്രതീകങ്ങൾ തന്നെയാണ്. സാരികൾ നിറഞ്ഞു മുറിയിൽ ജാലകം തുറന്നിട്ട് ഗിരിശൃംഗങ്ങളുടെ ശബ്ദ നിശബ്ദതകൾക്ക് കാതോർത്തുകൊണ്ട് വിമല ഇപ്പോഴും നൈറ്റാണ് ഉണ്ടാകും എന്ന് ഇപ്പോഴും ആ നോവലിലൂടെ കടന്നു പോകുന്ന ഏത് വായനക്കാരന് സ്വപ്നം കാണും. ഇതിൽ കൂടുതൽ ഒരു ധന്യത ഒരു നോവലിസ്റ്റിന് കിട്ടാനുള്ളതാണ്. അത്രയും മഹത്തായ നോവല്ല നമുക്ക് തന്ന എൻ.ടി. വാസുദേവൻ നായർ അനുശ്രുതയിൽ ലയിച്ചിരിക്കുക. മറ്റൊരു ഉജ്ജ്വലമായ രചനയാണ് ഹൈന്ദവ പുരാണത്തെ ആശ്രമാക്കി എഴുതിയ എല്ലാവർക്കും അറിയാം രണ്ടാം ഭാഗം. എന്തുകൊണ്ട് എൻ.ടി. മനുഷ്യബന്ധങ്ങളിൽ ഇതിഹാസ പുരുഷന്മാരിലേക്ക് ചേക്കേറി എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതിന് കൃത്യമായ ഉത്തരം അദ്ദേഹത്തിനുണ്ട്. മഹാഭാരതത്തിന്റെ പല വ്യാഖ്യാനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പല പിടവുകളും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു, പല പൊരുത്തക്കേടുകളും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഭീമനിലേക്ക് എത്തിച്ചേർന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഈ എത്തിച്ചേരലിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് താൻ എപ്പോഴും തിരസ്കരിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ചിന്ത വന്നു എന്ന് ചോദിച്ചപ്പോൾ 2-3 ഉദാഹരണങ്ങൾ, സന്ദർഭങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കാറുണ്ട്. പാഞ്ചാലിയുടെ സ്വപ്ന സാഫല്യത്തിനായി കല്യാണ സൗഹൃദ്യ പുഷ്പം തേടിപ്പോയ ഭീമസേനൻ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കി അത് കരസ്ഥമാക്കി വന്നപ്പോൾ കിട്ടിയ പ്രതിഫലം എന്തുകൊണ്ട് ഇത്രയും നേരം താമസിച്ചു എന്ന ശകാരവാക്കാണ് യുധിഷ്ഠിരനുണ്ടായത്. പാഞ്ചാലി പോലും അപ്പോൾ വിജയശ്രീലാളിതനെ എത്തിച്ചേർന്ന അർജുനനെ ആദരിക്കാനും സ്വീകരിക്കാനുമുള്ള തിരക്കിലായി. അപ്പൊ താൻ ചെയ്തു കൂട്ടിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും കാണാൻ ആരുമില്ല എന്നൊരവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതേപോലെ തന്നെയാണ് അഭിമന്യു പത്മവ്യൂഹത്തിലകപ്പെട്ട് കൊല്ലപ്പെട്ട വിവരം അറിയുമ്പോൾ പാണ്ഡവപക്ഷത്തെ എല്ലാവരും കണ്ണീർ വാർക്കുന്നു. ഇളം തലമുറയിൽപ്പെട്ട അഭിമന്യു മരണപ്പെട്ടത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. സ്വാഭാവികമായിട്ട് ഭീമസേനും അഭിമന്യോട് താല്പര്യം ഉണ്ടായിരുന്നു, ഭീമസേനും തരഞ്ഞു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഘടോത്കചൻ മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ ധർമ്മപുത്രർ കരയുന്നുണ്ട്, വിഷമിക്കുന്ന കണ്ണീർ വരുന്നു. അപ്പൊ ശ്രീകൃഷ്ണൻ ചോദിക്കുന്നു, എന്തിനാ കരയുന്നേ? മരിച്ചത് ഒരു രാക്ഷസനല്ലേ, സന്തോഷിക്കല്ലേ? അപ്പൊ ഇത് കേട്ടു നിൽക്കുന്ന ഒരു പിതാവിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു. ഇതിനൊന്നും ഉത്തരം മഹാഭാരതത്തില് പറയുന്നില്ല. പാഞ്ചാലിയുടെ മാനത്തിന് വിലയിട്ട കീചകനെയും ദുശാസനെയും പാഞ്ചാലിയുടെ ശബ്ദം സബലീകൃതമാകാൻ ദുര്യോധനന്റെ തടയടിച്ചു പൊട്ടിച്ച ഭീമസേനയെയും ആരും അവിടെ അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ കൗരവപക്ഷത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയത് ഭീമസേനയാണ്. അപ്പൊ ധർമ്മപുത്രർ പറയുന്നുണ്ട്, ഭീമസേന നീയാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിലെ ജേതാവ്. കാരണം ഇത്രയും പേരെ കൊന്നൊടുക്കിയ ആരാണോ അവരാണ് ജേതാവ്, അവനാണ് രാജ്യാവകാശി എന്ന് പറയുന്നത്. പക്ഷേ അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് യുധിഷ്ഠിരന്റെ പട്ടാഭിഷേകം. ഇതിനെന്തുത്തരം
കിട്ടും, അല്ലെ എവിടുന്ന ഉത്തരം കിട്ടും എന്നുള്ള ചിന്തയിൽ ഉത്തരമില്ലാതെ വന്ന അവസ്ഥയിലാണ് ഭീമസേനൻ. എന്തെല്ലാം കഴിവുകളും ധൈര്യശാലിയും കായികശേഷിയും ഉണ്ടായിട്ടും ഒരു കാരണവുമില്ലാതെ രണ്ടാം സ്ഥാനത്തേക്ക് പുറന്തള്ളി പോയി എന്ന വസ്തുത എനിക്ക് കണ്ടെത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം ഊഴം എന്ന നോവൽ വെളിച്ചം കണ്ടത്. പക്ഷെ ആ നോവൽ ഒരു ചിത്രമാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം നമ്മളെ വിട പറഞ്ഞു പോയത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നോവലാണ് വാനപ്രസ്ഥം. ഇവിടെ പ്രണയം കാത്തിരിപ്പല്ല, പക്ഷെ പ്രണയം മനസ്സിൽ വേറെ വഴിയിലേക്ക് വഴിതിരിച്ചു വിടാതെ ഒരു നിഷ്കളങ്ക പരിശുദ്ധ പ്രേമത്തിന്റെ നിർവചനത്തിൽ ഒതുക്കി നിർത്താൻ ഒരു അധ്യാപകരും വിദ്യാർത്ഥിനിയും പതിറ്റാണ്ടുകൾ ശേഷവും തയ്യാറാകുന്നു എന്നുള്ള സന്ദേശമാണ് വാനപ്രസ്ഥം എന്ന ചിത്രത്തിലൂടെ നമുക്ക് അധ്യാപകരും വിദ്യാർത്ഥിനിയും കുടജാത്രിയിൽ ആണ് അത് കണ്ടെത്തുന്നത് എന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവസാനം പറയുന്നു, ഈ നമ്മുടെ ഈ സമാഗമം പുനഃസമാഗമം കുടജാത്രിയിലെ അമ്മ നിശ്ചയിച്ചതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നിടത്ത് നോവൽ അവസാനിക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിലൂടെ നോവൽ അവസാനിപ്പിക്കണമെങ്കിൽ അമ്മ എന്ന വിശ്വാസം, കുടജാത്രി മൂകാംബി എന്ന വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നിരിക്കണം. അത് അദ്ദേഹം വേറൊരു വിധത്തിൽ നമ്മളോട് പറയുകയായിരുന്നു എന്ന് വാനപ്രസ്ഥം എന്ന നോവലോട് കാണട്ടെ. ഇതേപോലെ തന്നെ അടുത്ത നോവൽ അദ്ദേഹം അവസാനം എഴുതിയ നോവലാണെന്ന് തോന്നുന്നു, വാരണാസി. ജീവിതത്തിന്റെ പല മേഖലകളിൽ മുഹൂർത്തങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ പലപ്പോഴും അതിൽ നഷ്ടങ്ങളും ലാഭങ്ങളും കപടതയും സ്വാർത്ഥതയും എല്ലാം ഉണ്ടാകും. ഇതിന്റെ എല്ലാം പ്രതിക്കൂട്ട് നിൽക്കുന്ന സുധാകരൻ എന്ന വ്യക്തി അവസാനം പാപമോക്ഷത്തിനായി വാരണാസിയിൽ എത്തുന്ന ഒരു ചിത്രമാണ്. വാരണാസി നമുക്കറിയാം, എവിടെയും ചുടലയുടെ ഗന്ധം, പിതൃകർമ്മങ്ങളുടെ അവശേഷിപ്പുകൾ വീമാൽ ഒതുക്കിക്കൊണ്ട് നിസ്സംഖ്യ ഒഴുകിപ്പോകുന്ന ഗംഗാനദി, ചുടലക്കളത്തിൽ വെച്ച് പട്ടം പറപ്പിക്കുന്ന കുട്ടി, ഇതെല്ലാം അതിൽ വരച്ചിരുന്നു. അവസാനം നഷ്ടപ്പെട്ടു പോയ രണ്ട് പ്രണയങ്ങൾ, തന്നെ വേണ്ടാന്ന് വെച്ചു പോയ രണ്ട് പ്രണയങ്ങൾ, ഇതിൽ നിന്നൊരു മോചനം ഉണ്ട്. എങ്ങനെ ഉണ്ടാകും? രണ്ട് ആൺമക്കളുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം ചോദിക്കുന്നു, ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കൊണ്ട് ആത്മപിണ്ഡം, ജീവിച്ചിരിക്കെ ഞാൻ എനിക്ക് തന്നെ ശേഷക്രിയ ചെയ്യുക. ഒരവസ്ഥയിലേക്ക് നായകൻ കടന്നു പോകുന്നതാണ് വാരണാസിയുടെ പ്രമേയം. അവിടെ നിന്ന് ഒരു പുതിയ യാത്ര തുടങ്ങാം എന്ന പ്രതീക്ഷയിൽ നോവൽ അവസാനിക്കുന്നു. മരണത്തിന്റെയും മോക്ഷത്തിന്റെയും കച്ചവടക്കാരുടെ കൈപ്പിടിയിലാണ് വാരണാസി എന്ന നഗരം. അതിനെ പശ്ചാത്തലമാക്കി എനിക്ക് ഈ നോവൽ എഴുതിയപ്പോൾ മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ച് കാണുമായിരിക്കാം എന്ന് വിശ്വസിക്കാം. പക്ഷെ അവിടെയും അതൊരു അടുത്ത യാത്രയായിട്ടാണ് അദ്ദേഹം അവിടെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനം മോക്ഷം എന്നുള്ള ഒരു ചിന്ത ആരിലേക്കും എത്തിച്ചേരും എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചിരുന്നതായിട്ട് നമുക്ക് തോന്നിയാണ്. വായനക്കാരോട് അകലം പാലിച്ചുവെങ്കിലും പല രീതിയിലും പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടിട്ടുണ്ട്. നിള സംരക്ഷണത്തിൽ അദ്ദേഹം ശക്തമായ വാചകങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, അത്ഭുതങ്ങൾ, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസാഗരങ്ങളെക്കാൾ ഇഷ്ടം എന്നെ അറിയുന്ന നിളയാണ്. കാരണം വളരെ അത്രമാത്രം ശരിയാണ്. നിള എന്നത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക പ്രതീകമാണ്. പലപ്പോഴും നിളയെ നെഞ്ചിലേറ്റ NT വാസുദേവൻ നായർക്കും നിളയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്, അല്ലെങ്കിൽ സാമ്യമുണ്ട് നമ്മൾ തോന്നാറുണ്ട്. പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച്
209 കിലോമീറ്റർ കേരളത്തിലൂടെ മാത്രം സഞ്ചരിച്ച് അറബിക്കടൽ എത്തുന്ന ഭാരതപ്പുഴ സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. അതുപോലെ തന്നെയാണ് തന്റെ ചിന്തകളും വിചാരങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിളയെ സംബന്ധിച്ചായിരുന്നു. നിള എന്റെ ജീവനാണ് എന്ന് പറയുന്ന ടി വാസുദേവൻ. അമ്മ തുലാമാസത്തിൽ കോപാകുലിയായി വെള്ളപ്പൊക്കം സൃഷ്ടിച്ച് നമ്മളെ മര്യാദപ്പെടുത്തിയിരുന്നു. മീനമാസത്തിൽ പത്തായം ഒഴിഞ്ഞ് ദരിദ്രയായി ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് മാനം കോട്ടം വരുന്ന അവസരത്തിൽ പുഴയിൽ ചാടി മരിക്കും. ഞങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളെ കാത്തു സൂക്ഷിച്ചത് നിളയാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ, പിഴച്ചു പോകുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ പാപമോക്ഷം തേടുന്നത് നിളയിലാണ്. ഈ നിളയെ ഞാൻ എങ്ങനെ മറക്കാൻ കഴിയും? ഈ നിളയാണ് മാമാങ്കത്തിന്റെ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. വളരെയധികം മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നിള കള്ളവാറ്റികേതത്തിനും മണൽ കൊള്ളയ്ക്കും ചീട്ടുകൾക്കുമായി മാറിപ്പോകുമ്പോൾ, മാലിന്യത്തിന്റെ കൂമ്പാരമായി മാറുമ്പോൾ എനിക്കെങ്ങനെ മൗനിയായിരിക്കാൻ കഴിയും എന്ന് അദ്ദേഹം ചോദിക്കും. അതേപോലെ തന്നെയാണ് 1990 ആണവ നില പെരിങ്ങോം ആണവ നിലയത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിലും അദ്ദേഹം പങ്കെടുത്തു. മുത്തങ്ങായിലുണ്ടായ വെടിവെപ്പിന് ശേഷം പല പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് വളരെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് പോലും ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് നമ്മൾ കാണുന്നു. വെറുതെ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. 2 പ്രസ്താവന എഴുതി പത്രങ്ങളിൽ കൊടുത്താൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെയധികം ശ്രദ്ധിക്കപ്പെടും. എങ്കിലും അതിന് മുതിരാതെ ശാരീരിക അസ്വസ്ഥതകളെ അവഗണിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരാൻ തയ്യാറായി എന്നുള്ളത് ആ മനുഷ്യൻ, ഒരു യഥാർത്ഥ സാഹിത്യകാരന്റെ മനസ്സ് എത്രമാത്രം ശുദ്ധമാണെന്നാണ് നമ്മളെ കാണിച്ചത്. LT എന്ന കലാകാരന്റെ ആരാധനയെ നമുക്ക് 2ആയിട്ട് കാണാൻ കഴിയും. ഒന്ന്, അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളിലൂടെ ആരാധന വൃത്തമായി മാറി. മറ്റൊന്ന്, ദൃശ്യാവിഷ്കാരങ്ങളിലൂടെ ആരാധകരായി മാറി. അതിൽ ദൃശ്യാവിഷ്കാരം അല്ലെ ചലച്ചിത്രത്തിലൂടെ ആരാധകരായി മാറിയവരാണ് കൂടുതൽ. അതിൽ അത്ഭുതമില്ല. കാരണം വരകൾക്ക് വാക്കുകളേക്കാൾ ശക്തിയുണ്ടെന്ന് പറയുന്ന പോലെ പുസ്തകങ്ങളെക്കാൾ ദൃശ്യാവിഷ്കാരങ്ങൾക്ക് വളരെയധികം പ്രചാരം കിട്ടാൻ സാധ്യത. പക്ഷെ അപ്പോഴും താൻ ഒരു സിനിമാ പ്രവർത്തകനല്ല, ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ് എന്ന് പറയാനാണ് അദ്ദേഹം എപ്പോഴും തയ്യാറായിട്ടുള്ളത്. സിനിമ എന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണെന്നും അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നോവൽ എഴുതാൻ, കാരണം അദ്ദേഹത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നോവലിലാണെന്നും തിരക്കഥയ്ക്ക് പരിമിതികൾ ഏറെയുണ്ടെന്നും അദ്ദേഹം പറയാറുണ്ട്. സിനിമയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. എങ്കിലും 1964 മുറപ്പെണ്ണ് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ച 1973 നിർമാല്യം പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുക്കഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ഒരു ചിത്രം ഇനിയും ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നെ പറയുന്നുണ്ട്, ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ കാലഘട്ടം വളരെയധികം മാറിപ്പോയിരിക്കുന്നു, നമ്മുടെ ചിന്താഗതികൾ മാറിപ്പോയിരിക്കുന്നു. അന്ന് അത് സ്വീകരിക്കപ്പെട്ടെങ്കിൽ അതിലെന്താണോ പകർന്നു കൊടുക്കാൻ ആഗ്രഹിച്ച ദൈന്യത, ദാരിദ്ര്യം, വിശപ്പ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പൊതുവെ പറയുകയാണ്, വിശപ്പെന്ന വികാരം വളരെയധികം കുറവാണ് എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ വെളിച്ചപ്പാട് എന്നുള്ള ജീവിതവൃത്തിയിൽ സ്വന്തം കുടുംബത്തിന് പോലും ആഹാരം കൊടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ താൻ ഇത്രയും നാൾ ഉപാസിച്ച മൂർത്തി എന്റെ കൂടെ ഇല്ല എന്നറിഞ്ഞപ്പോൾ അതിന് നേരെ കാർക്കിച്ച് കുത്തുന്ന കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. അന്ന് നിലവിലിരുന്ന വ്യവസ്ഥയ്ക്കെതിരെയുള്ള കരണത്തേറ്റ ഏറ്റവും ശക്തമായ അടിയായിരുന്നു നിർമ്മാല്യം. പക്ഷെ അതന്നത് സംവിധാനം ചെയ്ത് പുറത്തിറക്കാൻ ധൈര്യം കാണിച്ചു LT വാസുദേവൻ നായർ എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ കാലം മാറി, വ്യക്തികളുടെ കുഴപ്പങ്ങളല്ല, സംഭവങ്ങളും സങ്കീർണതകളും കാലത്തിനനുസരിച്ച് മാറും.
അതനുസരിച്ച് നിർവചനങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാകും. അപ്പോൾ പണ്ട് പറഞ്ഞ പല കാര്യം ഇപ്പോൾ എല്ലാവർക്കും ജനസമ്മതി ആർജിക്കണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു സിനിമ ഇപ്പോഴത്തെ കാലത്ത് പുറത്തിറക്കാൻ കഴിയുകയില്ല എന്ന് ഹിന്ദി തന്നെ പറയാറുണ്ട്. പിന്നെ പുരസ്കാരങ്ങളെ പറ്റി പറയേണ്ട കാര്യമില്ല. പുരസ്കാരങ്ങൾ പലതും അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട്. പക്ഷെ ആ പുരസ്കാരങ്ങൾ തേടി വരുമ്പോൾ പ്രഭ കൂടി വരുന്നത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ പുരസ്കാരങ്ങൾക്കായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഓരോ പുരസ്കാരം കിട്ടുമ്പോഴും NTയുടെ വിനയം വളരെ ഭാരം, ഇരിക്കുന്ന തട്ട് താഴികയായി ഒരിക്കലും ഞാനെന്ന ഭാവം വെച്ച് പുലർത്തിയിട്ടില്ലാത്ത വ്യക്തിയാണ് NT വാസുദേവൻ. പുരസ്കാരങ്ങൾ തേടി വരുമ്പോൾ ആ പുരസ്കാരങ്ങൾ കുറെ അദ്ദേഹം ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. ആ പുരസ്കാരങ്ങൾ ഓരോന്നും അദ്ദേഹത്തിന് ശിരസിലേറുമ്പോൾ അവിടെ പ്രഭ കൂടുന്നത് അല്ലെങ്കിൽ തെളിമ ശോഭ വർദ്ധിക്കുന്നത് ആ പുരസ്കാരങ്ങൾക്കായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം പകൽ പോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ സിനിമയിൽ കാണുന്ന പല താരരാജാക്കന്മാർക്കും പാത ഒരുക്കി കൊടുത്തത് അദ്ദേഹം തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഴയ സിനിമകളെ യൂട്യൂബിലേക്ക് തേടി പോവുകയാണെങ്കിൽ കാണാം, ആദ്യത്തെ ടൈറ്റിൽ തന്നെ കാണാൻ പറ്റും NT വാസുദേവൻ നായർ അവതരിപ്പിക്കുന്ന എന്നുള്ള ടൈറ്റിലാണ് നമ്മളെ സ്വീകരിക്കുന്നത്. മനസ്സിന്റെ അഗാധതകളിൽ പോലും അനുരണനം ഉയർത്താൻ ആ തൂലിക്ക് കഴിഞ്ഞു. വൈശാലിയും വടക്കൻ വീരഗാഥയും പെരുന്തച്ഛനും മലയാള ചലച്ചിത്ര ആസ്വാദക മനസ്സിനെ ഉള്ളുമറിച്ച് പരമ്പരാഗത കളകളെ കശക്കിയെറിഞ്ഞ് അത്ഭുതങ്ങൾ മുളവട്ടാനായി പാകപ്പെടുത്തിയപ്പോൾ രംഗം ആൾക്കൂട്ടത്തിൽ തനിയെ സുഹൃതം, പഞ്ചാബ്ദി, അമൃതംഗമയ, സതയം, പരിണയം എന്നിവ കോറിയിട്ടത് ആഴമേറിയ അക്ഷരങ്ങളുടെ നൊപ്പരങ്ങൾ തന്നെ. ഋതുഭേദങ്ങളില്ലാതെ മനസ്സിന്റെ ആരൂഢമേറി ഉയരങ്ങളെത്തിയ കഥയുടെ പെരുന്തച്ഛന് ഇനി ഒരു രണ്ടാമൂഴമില്ല എന്ന സത്യം മലയാളിക്ക് സമ്മാനിക്കുന്നത് കാലപ്പഴക്കമേറിയ നാലുകെട്ടിനുള്ളിലെ ഒരു നിതാന്ത ശൂന്യത തന്നെയാണ്. വിൽക്കാൻ സ്വപ്നങ്ങളും അവയുടെ നിധിയും ബന്ധനവും തൃഷ്ണയുമൊന്നുമില്ലാത്ത ഇടനിലങ്ങളിലേക്കുള്ള തീർത്ഥാടനം ഒരു ചെറു പുഞ്ചിരിയോടെ ഇവിടെ അവസാനിക്കും. ഈ ആത്മാവിന് മുമ്പിൽ സ്വർഗവാതിൽ തുറക്കപ്പെടും എന്നതിൽ സംശയമില്ല. വരുന്ന നാളുകളിൽ അദ്ദേഹം തന്നെ വെട്ടിയൊരുക്കിയ പരിവർത്തനത്തിന്റെ പാതയിലൂടെ അദ്ദേഹം തന്നെ കൈപിടിച്ചുയർത്തിയ നവകുസുമങ്ങൾ, സൗരഭ്യമേറിയ വായനാനുഭവങ്ങൾ വായനക്കാർക്ക് നൽകാൻ കഴിഞ്ഞാൽ അതായിരിക്കും അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ധന്യമായ ആദരം. മലയാള ഭാഷയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ ഞാൻ കടമെടുക്കുന്നു. എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എന്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എന്റെ നന്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. മലയാള ഭാഷ ഏറ്റവും ധന്യമാകുന്ന ഈ വാക്കുകൾ വേറെ ആരും കഴിയില്ല. മലയാളി ഈ വാക്കുകൾ സൃഷ്ടാവിനോട് എന്നുമൊന്നും കടപ്പെട്ടിരിക്കുന്നു. പകരക്കാരനില്ലാത്ത അമരക്കാരൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിന്റെ അഭിമാനമാണ്, മലയാളിയുടെ അഹങ്കാരമാണ്. അദ്ദേഹത്തിന്റെ മനോരഥങ്ങളുടെ പ്രയാണം നമ്മുടെ മനസ്സിലേക്ക് നിലയ്ക്കാതിരിക്കട്ടെ. അക്ഷരങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന മനസ്സുകളുടെ താഴ്വാരങ്ങളിൽ മഞ്ഞിന്റെ മണമുള്ള ഒരുപിടി കഥകളുടെയും ചിത്രങ്ങളുടെയും വിത്തുകൾ വാരി